ഞാൻ V.J.Mathew. V.J.Mathew's An Easy Way to Englishലേക്ക് സ്വാഗതം. നമ്മൾ 6-7 വീഡിയോ കണ്ടു, പുറത്തു വിട്ടു. വസ്തുത അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ആമുഖം. യഥാർത്ഥത്തിലേക്ക് വരികയാണ്. അത് വേർബാണ്. പലപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ദ വെർബ് ഈസ് എ സെൻട്രൽ പോയിന്റ് ഇൻ ഇംഗ്ലീഷ്. ദ വെർബ് ഈസ് എ സൺ ഇൻ ഇംഗ്ലീഷ്. ഡിഗ്രി ക്ലാസ്സിൽ ഒരു ഗ്രാമർ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിരുന്നു ദ വെർബ് ഈസ് എ സൺ ഇൻ ഇംഗ്ലീഷ്. വെർബ് അറിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് ഭാഷ അറിയാം. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിദേശത്തും സ്വദേശത്തുമുള്ള ധാരാളം ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നതിനുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുട്ടികളാണ്, അവരുടെ മക്കളായിരിക്കാം. എന്നെ കാണുകയും നമ്മൾ സ്വയം ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനുള്ളതിൽ ഐ ആം വെരി ഹാപ്പി. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വെർബ് എന്താണെന്ന് അറിയാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, കോങ്കോർഡ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. മലയാളത്തിൽ അങ്ങനൊന്നുമില്ല. ഞാൻ എഴുതുന്നു, നീ എഴുതുന്നു, അവൻ എഴുതുന്നു, ഒരു പക്ഷി പറക്കുന്നു, പക്ഷികൾ പറക്കുന്നു. സബ്ജക്റ്റ് അനുസരിച്ച് വെർബിൽ മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു ആമ ഈസ് ആർ, ഹാസ് എ ഹാവ്, ഐ നോ, യു നോ, ഹി നോസ്. നോസ് അവിടെ ചേരും. എന്തുകൊണ്ട് വെർബിനോട് യെസ് ചേരുന്നു? എന്താണ് ഈ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള കണക്ഷൻ? ഇവിടെ പഠിക്കുക. ഐ, വി, യു, ഓൾ അതർ പ്ലൂറൽ സബ്ജക്ട്സ് ഒരു ഗ്രൂപ്പിൽ പെടും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഐയും വിയും യുവും ഓൾ ദ പ്ലൂറൽ സബ്ജക്ട്സ് ഒരു ഗ്രൂപ്പിൽ പെടും. അതിൽ ഐക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സബ്ജക്റ്റ് എന്ന അവസ്ഥ ഒരു സ്പെഷ്യൽ കേസാണ് ഐ. ഐയോടുകൂടി മാത്രമേ ആം ചേരൂ. വാസവ് വേറെ വാസ് ചേരും ഐയോടുകൂടി. ബാക്കി എല്ലാ കേസിലും ഐ പ്ലൂറൽ വെർബാണ് ചേരുക. എന്താണ് സിംഗിൾ വെർബെന്നും എന്താണ് പ്ലൂറൽ വെർബെന്നും നമ്മൾ അറിയണം. ആമ ഈസ് ആറിൽ ഈസ് സിംഗുലർ വെർബാണ്. ഹാസ് എ ഹാവിൽ ഹാസ് സിംഗുലർ വെർബാണ്. ഡൂവ് ഡസിൽ ഡസ് സിംഗുലർ വെർബാണ്. വെർബിനോട് എസ് ചേരുന്നു, അപ്പോൾ വെർബ് സിംഗുലറായി. ഇത് ബേർഡ്സ് ഫ്ലൈ, എ ബേർഡ് ഫ്ലൈസ്. കൗസ് ഈറ്റ് ഗ്രാസ്, എ കൗ ഈറ്റ്സ് ഗ്രാസ്. ഇതിൻ്റെ ക്ലൂ എന്താണ്, എന്നതാണ് എന്ന് പറയാനുണ്ട്. ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും അവർക്കും അറിയാൻ മേലാത്തവരുണ്ട്. യഥാർത്ഥ ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, എഴുതണമെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വെർബും സബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ, കണക്ഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഐ, വി, യു, ഓൾ അതർ പ്ലൂറൽ സബ്ജക്ട്സ് പ്ലൂറൽ വെർബ്. സിംഗുലർ സബ്ജക്റ്റ് ഐയും വിയുമല്ല, യുവുമല്ല. അത് ഒരു സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ സിംഗുലർ നൗൺ. ഇതിന് മറ്റൊരു രീതിയിൽ നമുക്ക് തിരിക്കാം. ഇതൊക്കെ ഗ്രാമർ എന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സിംഗുലർ നമ്പർ, പ്ലൂറൽ നമ്പർ. ഐയും വിയും ഫസ്റ്റ് പേഴ്സണാണ്. ഐ സിംഗുലർ നമ്പർ, വി പ്ലൂറൽ നമ്പർ. You can be singular number or plural number. You are a boy, you are boys. നീയെന്നും നിങ്ങളെന്നും അതിനർത്ഥമാണ്. പ്ലൂറൽ വെർബ. ഐ, വി, യു. ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ. ഐയും വിയും യുവും അല്ലാതെ ഏത് സബ്ജക്റ്റ് വന്നാലും തേർഡ് പേഴ്സണാണ്.
സിംഗുലർ നമ്പറോ പ്ലൂറൽ നമ്പറോ എന്ന് നോക്കാം. IVU അതല്ലാതെ ഏത് സബ്ജക്റ്റ് വന്നാലും അത് തേർഡ് പേഴ്സൺ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് സിംഗുലർ നമ്പറാണോ പ്ലൂറൽ നമ്പറാണോ. ഇത് ഐയും വിയും പറയുമ്പോൾ ഐയുടെ കേസിൽ അല്പ പ്രത്യേകതയുണ്ട്. ഐയോടുകൂടി ആമേ ചേരൂ. വാസ വേറിൽ വാസ ചേരൂ. സിംഗുലർ വെർബാണ്. ചില സ്ഥലങ്ങളിൽ ഐയോടുകൂടി വേറെ ചില അവസരങ്ങളുണ്ട്. If I were a bird, I would fly. If I were a millionaire, I would buy a car. വളരെ യാദൃശ്യമായ പശ്ചാത്തലത്തിൽ മാത്രം ഐയോട് വേറെ എന്നുണ്ട്. അല്ലെങ്കിൽ വാസ് സിംഗുലർ വെർബാണ്, ഐയോട് വാസാണ് ചേരുക. വീണ്ടും ഒരിക്കൽ കൂടി ഐയും വിയും യുവും ഓൾ പ്ലൂറൽ സബ്ജക്ട്സ് പ്ലൂറൽ വെർബ് സ്വീകരിക്കുന്നു. ഐയും വിയും യുവും പ്ലൂറൽ സബ്ജക്റ്റ് അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് ഓൾ ദ സിംഗുലർ സബ്ജക്ട്സ് സിംഗുലർ വെർബ് സ്വീകരിക്കുന്നു. ഈസ്, വാസ്, ഹാസ്, ഡസ്. പ്രസന്റ് സിമ്പിളിൽ വെർബിനോട് യെസ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒരു എളുപ്പത്തിനാണ്. നമ്മൾ പട്ടിക പഠിക്കുന്നല്ലോ, കണക്ക് ചെയ്യാൻ നമ്മൾ പട്ടിക അറിയണം. എന്തിനു പട്ടിക പഠിക്കണം ചോദിക്കും ഇപ്പം ചിലർ. 7 into 7 49, 8 into 8 84, 64, 5 into 5 25, 16 into 5 60, 16 5 80, 7 7 49, 8 64. ഇത് എവിടുന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ 4ലും 5ലും 6ലും പഠിക്കുമ്പോൾ പട്ടിക പഠിപ്പിച്ചു. ടേബിൾ 13ന്റെയും 17ന്റെയും പട്ടിക എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അന്ന് ക്ലാസ്സിൽ പോയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ടീച്ചറെ പറ്റിച്ച് ഒഴിവായി. അതുകൊണ്ട് 14 പട്ടിക നന്നായിട്ട് അറിയാൻ 17ന്റെ അറിയത്തില്ല, 13ന് പട്ടിക അറിയത്തില്ല. അല്ലാത്ത എല്ലാ പട്ടികകളും നമ്മൾ വളരെ കൃത്യമായി നന്നായി ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചു, അങ്ങനെ പഠിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഇത് പട്ടിക പഠിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇന്ന് പറഞ്ഞതുപോലെ നമ്മളിതിന് റൂൾസ് പഠിച്ചിരിക്കണം. ഇത് പ്രായോഗിക തരത്തിൽ വരുമ്പോൾ നമ്മൾ റൂൾ ഫോളോ ചെയ്യുന്നു പറഞ്ഞ അവസ്ഥ വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു. ഐയും വിയും യുവും അല്ലാതെ ഏത് സബ്ജക്റ്റ് വന്നാലും അത് തേർഡ് പേഴ്സൺ ആണ്. സിംഗുലർ നമ്പറും പ്ലൂറൽ നമ്പറും ഉണ്ട്. തേർഡ് പേഴ്സൺ സിംഗുലർ നമ്പറാണോ പ്ലൂറൽ നമ്പറാണോ നോക്കണം. ഐ റൈറ്റ് എ ലെറ്റർ, യു റൈറ്റ് എ ലെറ്റർ, ഹി റൈറ്റ്സ് എ ലെറ്റർ. I speak English, you speak English, a boy speaks English. I eat a mango, you eat a mango, Tom eats a mango. I go to Kottayam, you go to Kottayam, Devi goes to Kottayam. Yes, here. I carry a book, you carry a book, see the carries a book. Why Mari I is here? നൗൺ സിംഗുലർ നമ്പർ പ്ലൂറൽ നമ്പർ ആക്കാൻ ഉപയോഗിച്ച അതേ റൂൾ തന്നെ എവിടെ ഫോളോ ചെയ്യുന്നു? വെർബിന്റെ കാര്യത്തിൽ. ഇത് ഓട്ടോമാറ്റിക് നമ്മൾ ശ്രദ്ധിച്ച 5, 6, 7 ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് മുതിർന്ന ക്ലാസ്സുകാർക്ക് ഇത് കിട്ടിയിട്ടില്ല, ഡിഗ്രി ക്ലാസ്സുകാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഇതാ ഒരു അവസരം. CARRY ക്യാരി, ക്യാരീസ്. വൈ മാറി IS വരുന്നു. ഐക്ക് തൊട്ട് പിറകിൽ കോൺസണന്റ് സൗണ്ട് വരുന്നു, അതുകൊണ്ട് വൈ മാറുന്നു. I obey, you obey, he obeys. OBEYES ആണ്. അവിടെ വൈ മാറുന്നില്ല, കാരണം വൈക്ക് തൊട്ട് പിറകിൽ വവൽ വന്നു, ആണ്. വെറുതെ എസ് കയർത്താൽ മതി. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ വെർബ് പഠിക്കുന്നു, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിക്കുന്നു, ടെൻസിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് അറിയണമെങ്കിൽ വളരെ യാദൃശ്യമായ അടിസ്ഥാനമാണ്. ഇത് അറിഞ്ഞിട്ട് വേണം നമുക്ക്
ഇതിനെപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ട് വേണം നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാൻ. അപ്പം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. I write a letter, you write a letter, he writes a letter. Birds fly, a bird flies. I carry a book, you carry a book, he carries a book. I have a car, you have a car, he has a car. I do my work, you do your work, he does his work. Am is are, has a have, do a does. വെറുതെ എവിടെ ഏസി ചേരും? വളരെ ഭംഗി, നന്നായി. പല പ്രാവശ്യം കാണുക, ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ വിവരം അറിയിക്കുക. അപ്പൊ വീണ്ടും ഇന്നടത്ത് ഇന്ന സംശയം, ഇന്നത് പോലെ എന്ന് ചോദിക്കുക. കൂടാതെ ആൻഡ് ഈസി വേ ടു ഇംഗ്ലീഷ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് ജനറൽ നോളജ്. ഞാനും എൻ്റെ മോള് നിസ ആൻഡ് മാത്യൂസ് ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. ഞാനും എൻ്റെ മോളോട് കൂടി എഴുതിയതാണ്. ധാരാളം കോപ്പികൾ വിറ്റഴിഞ്ഞതാണ്. ആ പുസ്തകമാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇംഗ്ലീഷ് ബേസാണ്, ഇംഗ്ലീഷ് ഗ്രാമറാണ്. അത് ഏതാണ്ട് അതാണ് ഞാനിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ നമ്പർ, പ്ലൂറൽ നമ്പർ. എന്തുമാത്രം സബ്ജക്റ്റുകൾ വന്നാലും, അനേകായിരം കോടി സബ്ജക്റ്റുകൾ നമുക്ക് വന്നാലും ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? സിംഗുലർ നമ്പർ ആണോ, തേർഡ് പേഴ്സൺ സിംഗുലർ ആണോ, പ്ലൂറൽ ആണോ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, രാമ, ഗോപാൽ, എ ബോയ്, എ ഗേൾ, അങ്ങനെ പോവുകയാണ്. പ്ലൂറൽ ദേ, ബോയ്സ്, ഗേൾസ്. തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ്, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു. ഏത് സബ്ജക്റ്റ് വന്നാലും വെർബ് ഏതായിരിക്കണം, എങ്ങനെയായിരിക്കണം? എല്ലാ വെർബിനും പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അവിടെ വെർബിൽ ഒരു മാറ്റവുമില്ല. ഐ റോട്ട് എ ലെറ്റർ, യു റോട്ട് എ ലെറ്റർ, ഹി റോട്ട് എ ലെറ്റർ. ഹാഡ്, ഐ ഹാഡ് റിട്ടൺ ലെറ്റർ, യു ഹാഡ് റിട്ടൺ ലെറ്റർ, ഹി ഹാഡ് റിട്ടൺ ലെറ്റർ. സബ്ജക്റ്റ് മാറ്റമില്ല. സബ്ജക്റ്റ് ഏത് ആയിക്കോട്ടെ. ആവർത്തിച്ച് കാണുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. താങ്ക് യു.